Hi all, welcome back to biology class. So this is the notes for chapter 4, keeping diseases away. First heading, human diseases. First one, communicable diseases or pathogenic diseases. They are caused by pathogens or microorganisms. They transmit from one person to another. Microorganisms cause ചെയ്യുന്ന diseases ആണ് communicable diseases or pathogenic diseases. ഈ ഡിസീസസ് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യും. ആഫ്റ്റർ ദാറ്റ് പ്രിപ്പയർ എ ടേബിൾ ലൈക്ക് ദിസ്: പാത്തോജൻ, പെക്യുലാരിറ്റി ആൻഡ് ഡിസീസസ്. സോ വിച്ച് ആർ ദ പാത്തോജൻസ്? ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവ, ഫൈലേറിയൽ വർം. Peculiarities of all these pathogens. First one, bacteria. Prokaryotes. ന്യൂക്ലിയസ് ഇല്ലാത്ത ഓർഗാനിസംസ് ആണ് prokaryotes. മൾട്ടിപ്ലൈ ത്രൂ ബൈനറി ഫിഷൻ. മൾട്ടിപ്ലൈ ചെയ്യുന്നത് ബൈനറി ഫിഷൻ വഴിയാണ്. That is, their body divides into two. Produce toxins. Toxins produce ചെയ്യും. Toxins cause diseases. Toxins ആണ് ഡിസീസിന് കാരണം. Examples for bacterial diseases: rat fever, diphtheria, tuberculosis, cholera, typhoid. Second pathogen, virus. DNA or RNA within a protein coat. So വൈറസിൻ്റെ പെക്യുലാരിറ്റി പ്രോട്ടീൻ കോട്ട് കാണാം, അതിനകത്ത് DNA or RNA കാണാം. നോ സെൽ ഓർഗനൽസ്. മറ്റുള്ള സെൽ ഓർഗനൽസ് ഒക്കെ ആബ്സെൻ്റ് ആണ്. മൾട്ടിപ്ലൈ ബൈ ടേക്കിംഗ് കൺട്രോൾ ഓവർ ദ ജനറ്റിക് മെക്കാനിസം ഓഫ് ദ ഹോസ്റ്റ് സെൽ. ഏത് സെല്ലിനെയാണോ അറ്റാക്ക് ചെയ്തിട്ടുള്ളത് ആ സെല്ലിൻ്റെ ജനറ്റിക് മെക്കാനിസം യൂസ് ചെയ്താണ് വൈറസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇൻഫെക്റ്റ് ഹ്യൂമൻസ്, പ്ലാന്റ്സ്, അനിമൽസ്, ബാക്ടീരിയ, എക്സെട്ര. എക്സാമ്പിൾ ഫോർ വൈറസ് ഡിസീസ്: നിപ്പ, എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ്, ഡെങ്കി ഫീവർ, ചിക്കൻ ഗുനിയ. നെക്സ്റ്റ് പാത്തജൻ, ഫംഗസ്. What are the peculiarities? Produce toxins. Toxins cause diseases. Fungus toxin produce ചെയ്യും. Toxin means poisonous substances. Okay. Toxins ആണ് ഡിസീസിന് കാരണം. Examples for diseases caused by fungus: ringworm, athlete's foot. Next pathogen, protozoa. Unicellular eukaryotes. Unicellular ആണ്, eukaryotes ആണ്. ന്യൂക്ലിയസ് ഉള്ള ഓർഗാനിസംസ് ആണ് eukaryotes. Example for disease, malaria. And next one, filarial worm. Example for disease, filariasis. Next side heading, first pathogen, bacteria, bacterial diseases. First example, rat fever, otherwise it is called leptospirosis. And prepare a table like this: pathogen. So which pathogen causes rat fever? Bacteria. ഏത് ബാക്ടീരിയ ആണ്? What is the name of bacteria? Leptospira. Major symptoms. രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? സിവിയർ ഫീവർ, ഹെഡേക്ക്, മസിൽ പെയിൻ, റെഡ്നെസ് ഇൻ ഐസ്. ട്രാൻസ്മിഷൻ. എങ്ങനെയാണ് റാറ്റ് ഫീവർ സ്പ്രെഡ് ചെയ്യുന്നത്? ബാക്ടീരിയ ദാറ്റ് കംസ് ഔട്ട് ത്രൂ ദ യൂറിൻ ഓഫ് റാറ്റ്, ഡോഗ് ആൻഡ് അതർ ആനിമൽസ് സ്റ്റേ അലൈവ് ഇൻ സ്റ്റാഗ്നൻറ്റ് വാട്ടർ ആൻഡ് മോയ്സ്ചർ. ദ റീച്ച് ഹ്യൂമൻ ബോഡി ത്രൂ വൂൺസ്. റാറ്റ്, ഡോഗ്, മറ്റുള്ള ആനിമൽസിൻ്റെ യൂറിൻ വഴി പുറത്തെത്തുന്ന ബാക്ടീരിയ സ്റ്റാഗ്നൻറ്റ് വാട്ടറിൽ അല്ലെങ്കിൽ മോയ്സ്ചറിൽ സ്റ്റേ ചെയ്യും. ഹ്യൂമൻ ബോഡിയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ഈ ഒരു സ്റ്റാഗ്നൻറ്റ് വാട്ടറിൽ കൂടെ നമ്മൾ നടന്നു പോകാമെന്നെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഏതെങ്കിലും മുറിവുണ്ടെങ്കിൽ ഈ മുറിവ് വഴി ബാക്ടീരിയ ഹ്യൂമൻ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യും. അഫക്റ്റിംഗ് മെത്തേഡ് ഓർ ബോഡി പാർട്ട്: ഡാമേജ് ടു ബ്ലഡ് കാപ്പിലറീസ്, ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ഒക്കേഴ്സ്. സോ ലെപ്റ്റോസ്പൈറോസിസ് വന്നാൽ ബ്ലഡ് കാപ്പിലറീസ് ആർ ഡാമേജ്ഡ് ആൻഡ് ഓൾസോ ഇൻറ്റേർണൽ ബ്ലീഡിംഗ്, ബോഡിക്കകത്ത് ബ്ലീഡിംഗ് നടക്കും. ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്: ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഇമ്മ്യൂണൈസേഷൻ. സെക്കൻഡ് ബാക്ടീരിയൽ ഡിസീസ് ഇസ് ഡിഫ്തീരിയ. പാത്തോജൻ, കൊറിനിബാക്ടീരിയം ഡിഫ്തീരിയ. ഡിഫ്തീരിയക്ക് കാരണം ഏത് ബാക്ടീരിയ ആണ്? കൊറിനിബാക്ടീരിയം ഡിഫ്തീരിയ. മേജർ സിംറ്റംസ് ഓഫ് ഡിഫ്തീരിയ: ഫീവർ, ത്രോട്ട് പെയിൻ, ഇൻഫ്ലമേഷൻ ഓഫ് ലിംഫ് ഗ്ലാൻഡ്സ് ഇൻ ത്രോട്ട്, ആഷ് കളേർഡ് കോട്ടിംഗ് ഇൻ ത്രോട്ട്. പനി, തൊണ്ടവേദന, ത്രോട്ടിലുള്ള ലിംഫ് ഗ്ലാൻഡ്സിലുള്ള ഇൻഫ്ലമേഷൻ, ത്രോട്ടിനകത്തൊരു ആഷ് കളറിലുള്ള കോട്ടിംഗ്. ഇതൊക്കെയാണ് ഈ ഡിസീസിൻ്റെ സിംറ്റംസ്. ട്രാൻസ്മിഷൻ: cough, sneezing or directly from the infected person. Affecting method or body part: mucous membrane of the nose and throat, and later gradually brain, heart and kidneys are affected. Treatment: antitoxins use ചെയ്യാം and also vaccination. Third bacterial disease, tuberculosis. What is the name of pathogen? Mycobacterium tuberculosis. Major symptoms: loss of body weight, fatigue, persistent cough. Persistent cough means continuous ആയി കഫയും ചുമ ഉണ്ടായിരിക്കും. ട്രാൻസ്മിഷൻ: ത്രൂ എയർ. എയർ വഴിയാണ് പകരുക. ദാറ്റ് ഈസ് വെൻ ദ പേഷ്യൻറ്റ് സ്പീക്സ്, കഫ്സ് ഓർ
sneezes. Organs or body part affected. Mainly affect ചെയ്യുന്നത് ലങ്സിനെയാണ്. Mainly affect the lungs. Kidneys, bones, joints, brain, etc. are also affected. Treatment by using antibiotics. Vaccine. Important ആണ്. What is the name of vaccine? BCG vaccine. ബാക്ടീരിയൽ ഡിസീസസ് ആണ് ഇതുവരെ പറഞ്ഞത്. നെക്സ്റ്റ് വൈറൽ ഡിസീസസ്. സെക്കൻഡ് പാത്തോജൻ വൈറസ്. ഓക്കെ, സോ ഫസ്റ്റ് എക്സാമ്പിൾ നിപ്പ. പാത്തോജൻ ഇസ് നിപ്പ വൈറസ്. മേജർ സിംറ്റംസ് ഫീവർ, ഹെഡേക്ക് ആൻഡ് നോസിയ. നോസിയ മീൻസ് ടയർഡ്നെസ്, ക്ഷീണം. ട്രാൻസ്മിഷൻ സലൈവ ആൻഡ് യൂറിൻ ഓഫ് ബാറ്റ്. ബാറ്റിൻ്റെ വവ്വാലുകളുടെ സലൈവ അല്ലെങ്കിൽ യൂറിൻ വഴി. റിമെയിൻസ് ഓഫ് ദ ഫ്രൂട്ട്സ് ഈറ്റൺ ബൈ ദ ബാറ്റ്. ബാറ്റ് കഴിച്ച ഫ്രൂട്ട്സിൻ്റെ ബാക്കി ഹ്യൂമൻ ബീങ്സ് യൂസ് ചെയ്താൽ ഇൻഫെക്റ്റഡ് ആവും. ഓൾസോ ത്രൂ പിഗ്. സെക്കൻഡ് വൈറൽ ഡിസീസ് എയ്ഡ്സ്. വാട്ട് ഈസ് ദ എക്സ്പാൻഷൻ ഓഫ് എയ്ഡ്സ്? അക്യൂർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. പാത്തജൻ HIV. HIV മീൻസ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. എയ്ഡ്സിന് കാരണം HIV വൈറസ് ആണ്. ട്രാൻസ്മിഷൻ ത്രൂ സെക്ഷുവൽ കോൺടാക്ട് വിത്ത് HIV ഇൻഫെക്റ്റഡ് പേഴ്സൺ from HIV infected mother to the fetus, by sharing needle and syringe contaminated with HIV components, through the reception of blood and organs contaminated with HIV. HIV infected പേഴ്സണുമായുള്ള സെക്ഷുവൽ കോൺടാക്റ്റ് വഴി പകരും. HIV ഇൻഫെക്റ്റഡ് മദറിൽ നിന്നും കുഞ്ഞിലേക്ക് പകരും. ഇൻഫെക്റ്റഡ് പേഴ്സൺ യൂസ് ചെയ്ത നീഡിൽ ഓർ സിറിഞ്ച് യൂസ് ചെയ്താലും എയ്ഡ്സ് വരും. ഇൻഫെക്റ്റഡ് ബ്ലഡ് ഓർ ഓർഗൻസ് റിസീവ് ചെയ്താലും എയ്ഡ്സ് വരും. സോ ദീസ് ആർ ദ ട്രാൻസ്മിഷൻ മെത്തേഡ്സ്. എഫക്റ്റിംഗ് മെത്തേഡ്. എങ്ങനെയാണ് HIV ഹ്യൂമൻ ബീങ്സിനെ ഇൻഫെക്റ്റ് ചെയ്യുക? HIV എൻറ്റേഴ്സ് ദ ബോഡി ആൻഡ് മൾട്ടിപ്ലൈ യൂസിങ് ദ ജനറ്റിക് മെക്കാനിസം ഓഫ് ലിംഫോസൈറ്റ്. സോ HIV ബോഡിയിലേക്ക് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ലിംഫോസൈറ്റ്സിനെയാണ് അറ്റാക്ക് ചെയ്യുക. ലിംഫോസൈറ്റ്സിൻ്റെ ജനറ്റിക് മെക്കാനിസം യൂസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യും. നമ്പർ ഓഫ് ലിംഫോസൈറ്റ് ഡിക്രീസസ്. ഇമ്മ്യൂണിറ്റി റെഡ്യൂസസ്. അത് കാരണം ലിംഫോസൈറ്റ്സിൻ്റെ നമ്പർ റെഡ്യൂസ് ചെയ്യും, ഇമ്മ്യൂണിറ്റി റെഡ്യൂസ് ചെയ്യും. ബിക്കോസ് ലിംഫോസൈറ്റ്സ് ഹെൽപ്സ് ഇൻ ഇമ്മ്യൂണിറ്റി. ഇമ്മ്യൂണിറ്റി റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് പ്രതിരോധ ശക്തി നഷ്ടപ്പെട്ടാൽ, വേരിയസ് അതർ പാത്തജൻസ് എൻറ്റർ ദ ബോഡി. ദിസ് മേക്സ് എയ്ഡ്സ് ഫാറ്റൽ. മറ്റുള്ള പാത്തജൻസ് ഈസിയായി HIV ഇൻഫെക്റ്റഡ് പേഴ്സൻ്റെ ബോഡിയിലേക്ക് എൻറ്റർ ചെയ്യും. ദാറ്റ് മേക്സ് എയ്ഡ്സ് ഫാറ്റൽ. ഫാറ്റൽ മീൻസ് ദാറ്റ് കോസ് ഡെത്ത്. എയ്ഡ്സ് ഡസ് നോട്ട് സ്പ്രെഡ്. എയ്ഡ്സ് എങ്ങനെയൊക്കെ പകരില്ല? ബൈ ടച്ച്, ഷേക്കിംഗ് ഹാൻഡ്സ്, കഫിംഗ്, സ്നീസിംഗ് എക്സെട്ര. ത്രൂ ഇൻസെക്ട്സ് ലൈക്ക് മോസ്കിറ്റോസ്, ഹൗസ് ഫ്ലൈസ് എക്സെട്ര. ബൈ സ്റ്റേയിങ് ടുഗെദർ ആൻഡ് ഷെയറിംഗ് ഫുഡ്. ബൈ യൂസിംഗ് ദ സെയിം ടോയ്ലറ്റ്. ബൈ ടേക്കിംഗ് ബാത്ത് ഇൻ ദ സെയിം പോണ്ട്. ടച്ച് ചെയ്താലോ ഷേക്ക് ഹാൻഡ് കൊടുത്താലോ അല്ലെങ്കിൽ മോസ്കിറ്റോസ് വഴി, ഹൗസ് ഫ്ലൈസ് വഴി, റൂം ഷെയർ ചെയ്താലോ, ഫുഡ് ഷെയർ ചെയ്താലോ, അല്ലെങ്കിൽ ഒരേ പോണ്ടിൽ ബാത്ത് ചെയ്താലോ, സെയിം ടോയ്ലറ്റ് യൂസ് ചെയ്താലോ എയ്ഡ്സ് പകരില്ല. ഷുഡ് വി ബി സ്കെയർഡ് ഓഫ് എയ്ഡ്സ് പേഷ്യൻസ്? വാട്ട് ഷുഡ് ബി അവർ ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് ദം? എയ്ഡ്സ് പേഷ്യൻറ്റിനെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ആൻഡ് വാട്ട് ഷുഡ് ബി അവർ ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് എയ്ഡ്സ് പേഷ്യൻസ്? No one will get infected by merely touching an HIV infected person. So no need to be scared. We need to show a positive attitude towards them. We need to give love and care. ഒരു HIV ഇൻഫെക്റ്റഡ് പേഴ്സണെ ടച്ച് ചെയ്താൽ എയ്ഡ്സ് പകരില്ല. അതുകൊണ്ട് നോ നീഡ് ടു ബി സ്കെയർഡ് ഓഫ് ദം. എയ്ഡ്സ് പേഷ്യൻസിനെ പേടിക്കേണ്ട ആവശ്യമില്ല. വി ഹാവ് ടു ഷോ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് ദം. നെക്സ്റ്റ് വൈറസ് ഡിസീസസ്. ഹെപ്പറ്റൈറ്റിസ്. ഇറ്റ് ഈസ് എ ലിവർ ഡിസീസ്. ഇറ്റ് ഈസ് ഓൾസോ കോസ്ഡ് ബൈ വൈറസ്. വൈറസ് കാരണം വരുന്ന ഡിസീസാണ് ഹെപ്പറ്റൈറ്റിസ്. അത് ഒരു ലിവർ ഡിസീസ് കൂടിയാണ്. പാത്തോജൻ ദാറ്റ് കോസ് ഹെപ്പറ്റൈറ്റിസ്. ഹെപ്പറ്റൈറ്റിസിന് കാരണം വൈറസ് ആണ്. ഹെപ്പറ്റൈറ്റിസ് വൈറസ്. മേജർ സിംറ്റംസ്: ഇൻഫ്ലമേഷൻ ഓഫ് ദ ലിവർ. ലിവറിൽ ഇൻഫ്ലമേഷൻ വരും. ഡാർക്ക് യെല്ലോ കളർ ഇൻ മ്യൂക്കസ് മെംബ്രെയിൻ, വൈറ്റ് പോർഷൻ ഓഫ് ദ ഐ ആൻഡ് നെയിൽസ്. മ്യൂക്കസ് മെംബ്രെയിനിലും കണ്ണിൻ്റെ വൈറ്റ് പോർഷനിലും നെയിൽസിലും ഏത് കളർ വരും? ഡാർക്ക് യെല്ലോ കളർ വരും. എന്തുകൊണ്ടാണ്? ദിസ് ഈസ് ബിക്കോസ് ഓഫ് ഇൻക്രീസ് ഇൻ ബൈൽ പിഗ്മെൻറ്റ്, ബിലിറുബിൻ ഇൻ ബ്ലഡ്. ബ്ലഡിൽ ബിലിറുബിൻ എന്ന് പറയുന്ന ബൈൽ പിഗ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ടാണ് ഡാർക്ക് യെല്ലോ കളർ വരുന്നത്. ഈ ബിലിറുബിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലിവറാണ്. സോ ഹെപ്പറ്റൈറ്റിസ് ഇൻഫെക്റ്റഡ് ആയാൽ ലിവർ ഈസ് ഡാമേജ്ഡ്. സോ ബിലിറുബിൻ ഇൻക്രീസസ് ഇൻ ബ്ലഡ് ആൻഡ് ദിസ് കോസസ് യെല്ലോ കളർ. ട്രാൻസ്മിഷൻ. എങ്ങനെയാണ് അസുഖം പകരുക? കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ, ബ്ലഡ് കമ്പോണൻസ് ആൻഡ് എക്സ്ക്രീറ്റ ഓഫ് ദ പേഷ്യൻറ്റ്,
സെയിം വേ ആസ് ട്രാൻസ്മിഷൻ ഓഫ് HIV. HIV പകരുന്നത് പോലെ പകരും. കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ വഴി പകരും. എക്സ്ക്രീറ്റ അല്ലെങ്കിൽ ബ്ലഡ് കമ്പോണൻസ്, പേഷ്യൻറ്റിൻ്റെ എക്സ്ക്രീറ്റ ഓർ ബ്ലഡ് കമ്പോണൻസ് വഴിയും പകരും. പ്രിവെൻഷൻ: അവോയ്ഡ് കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ, കീപ് ഗുഡ് ഹൈജീൻ. Hepatitis also occur due to reasons other than virus infection. വൈറസ് ഇൻഫെക്ഷൻ അല്ലാണ്ട് ഹെപ്പറ്റൈറ്റിസ് വരാനുള്ള കാരണങ്ങൾ ആൽക്കഹോൾ യൂസ് ആൻഡ് അതർ ടോക്സിൻസ് ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ. ഡെങ്കി ഫീവർ ആൻഡ് ചിക്കുൻ ഗുനിയ ഇതും വൈറസ് ഡിസീസാണ്. ദേ ആർ കോസ്ഡ് ബൈ വൈറസ്. ദേ ആർ സ്പ്രെഡ് ബൈ മോസ്കിറ്റോസ്. മോസ്കിറ്റോസ് ആണ് സ്പ്രെഡ് ചെയ്യുന്നത്. ഫീവർ, ഹെഡേക്ക്, മസിൽ ആൻഡ് ജോയിൻറ്റ് പെയിൻ എക്സെട്ര ആർ ദ സിംറ്റംസ്. സോ ഈ ഡിസീസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി കൺട്രോൾ മോസ്കിറ്റോസ് ടു പ്രിവെൻറ്റ് ദീസ് ഡിസീസസ്. സോ ബാക്ടീരിയ ഡിസ്കസ് ചെയ്തു, വൈറസ് പറഞ്ഞു. നെക്സ്റ്റ് പാത്തോജനാണ് ഫംഗസ്, ഫംഗൽ ഡിസീസസ്. യു ക്യാൻ പ്രിപ്പയർ എ ടേബിൾ ലൈക്ക് ദിസ്. ഡിസീസ്, ട്രാൻസ്മിഷൻ, സിംറ്റംസ്. ഫസ്റ്റ് ഫംഗൽ ഡിസീസ് റിംഗ് worm. ട്രാൻസ്മിഷൻ ത്രൂ കോൺടാക്റ്റ്. സിംറ്റംസ് റൗണ്ട് റെഡ് ബ്ലിസ്റ്റേഴ്സ് ഓൺ ദ സ്കിൻ. ആൻഡ് സെക്കൻഡ് ഡിസീസ് അത്ലറ്റ്സ് ഫുട്ട്. ട്രാൻസ്മിഷൻ എങ്ങനെയാണ് പകരുന്നത്? ത്രൂ കോൺടാക്റ്റ് വിത്ത് കണ്ടാമിനേറ്റഡ് വാട്ടർ ആൻഡ് സോയിൽ. സിംറ്റംസ് reddish scaly lesions on the sole of the foot and between the toes and also itching. Itching means chorichil. Next pathogen protozoa. So next side heading protozoan diseases. Disease name example malaria and pathogen. ഏത് പ്രോട്ടോസോവ ആണ് മലേറിയക്ക് കാരണം? പ്ലാസ്മോഡിയം. വെക്റ്റർ, സോ മലേറിയ സ്പ്രെഡ് ചെയ്യുന്ന ഏജൻറ്റ് വെക്റ്റർ ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ആണ്. ഹോസ്റ്റ് ആരെയാണ് അറ്റാക്ക് ചെയ്യുക? ഹ്യൂമൻ ബീങ്സിന്. ഹോസ്റ്റ് മീൻസ് ആരെയാണോ അറ്റാക്ക് ചെയ്യുന്നത്. സിംറ്റംസ് ഹൈ ഫീവർ വിത്ത് ഷിവറിങ് ആൻഡ് പ്രൊഫ്യൂസ് സ്വെറ്റിംഗ് ആൻഡ് ഹെഡ് ഏക്ക്, വോമിറ്റിംഗ്, ഡയറിയ, അനീമിയ. സോ മലേറിയക്ക് സ്പെസിഫിക് ആയിട്ടുള്ള സിംറ്റമാണ് ഹൈ ഫീവർ വിത്ത് ഷിവറിങ്, നല്ല വിറയലോട് കൂടിയുള്ള പനി വരും. ആൻഡ് പ്രൊഫ്യൂസ് സ്വെറ്റിംഗ്, അതിനുശേഷം കണ്ടിന്യൂസ് ആയി സ്വെറ്റ് ചെയ്യും, വിയർക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ പെക്യുലാരിറ്റി ഓഫ് മലേറിയൽ ഫീവർ. നെക്സ്റ്റ് ഈസ് worm. Disease filariasis. Pathogen filarial worm and vector mosquito ആണ് ക്യൂലെക്സ് മോസ്കിറ്റോ. ഹോസ്റ്റ് ആരാണ്? ഹ്യൂമൻ ബീങ്സ്. സിംറ്റംസ് swelling in the lymph duct because the worm stays in the lymph duct, block the flow of lymph. So filariasis means മന്ത് രോഗമാണ്. സോ അതിൻ്റെ മെയിൻ സിംറ്റം എന്താണ്? ലിംഫ് ഗ്ലാൻഡ് സ്വെൽ ചെയ്യും. ദെൻ റീസൺസ് ഫോർ സ്പ്രെഡ് ഓഫ് ഡിസീസസ്. ഡിസീസസ് സ്പ്രെഡ് ചെയ്യാനുള്ള റീസൺസ്: increase in number of vectors like mosquitoes, houseflies, etc. Polluted surroundings. മോസ്കിറ്റോസ്, ഹൗസ് ഫ്ലൈസ് ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നത് ഡിസീസസ് സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു റീസൺ ആണ്. ആൻഡ് ഓൾസോ പൊല്യൂഷൻ ഓർ പൊല്യൂട്ടഡ് സറൗണ്ടിങ്സ്. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസ്. ഡിസീസ് എങ്ങനെയൊക്കെ പകരാം? ബൈ കോൺടാക്റ്റ്, കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ, കഫ്, സ്നീസിങ്, അൺസ്റ്റെറിലൈസ്ഡ് എക്യുപ്മെൻറ്റ്സ്. അൺസ്റ്റെറിലൈസ്ഡ് എക്യുപ്മെൻറ്റ്സ് മീൻസ് എക്യുപ്മെൻറ്റ്സ് ക്ലീൻ അല്ലാത്തത്. ഓക്കെ, ക്ലീൻ അല്ലാത്ത എക്യുപ്മെൻറ്റ്സ്, ഒരാൾ യൂസ് ചെയ്ത എക്യുപ്മെൻറ്റ്സ്. വെക്ടേഴ്സ് ലൈക്ക് ഡോഗ്, റാറ്റ്, മോസ്കിറ്റോസ് എക്സെട്ര ആൻഡ് ത്രൂ ക്ലോത്ത്. നെക്സ്റ്റ് പ്രിക്കോഷൻസ് ആഫ്റ്റർ ഫ്ലഡ്. ഫ്ലഡിന് ശേഷം എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം? ഡ്രിങ്ക് ബോയിൽഡ് വാട്ടർ, പ്യൂരിഫൈ വാട്ടർ യൂസിങ് ക്ലോറിൻ, എലിമിനേറ്റ് വെക്ടേഴ്സ്, അവോയ്ഡ് സ്റ്റാഗ്നേഷൻ ഓഫ് വാട്ടർ, കീപ് പേഴ്സണൽ ആൻഡ് പബ്ലിക് ഹൈജീൻ. സിഗ്നിഫിക്കൻസ് ഓഫ് ഒബ്സർവിങ് ഡ്രൈ ഡേ ഇൻ സ്കൂൾസ്. സ്കൂൾസിൽ എന്തുകൊണ്ട് ഡ്രൈ ഡേ ഒബ്സർവ് ചെയ്യണം? ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ഇൻ സ്കൂൾസ് ടു ക്ലീൻ ദ സറൗണ്ടിങ്സ്. ഇറ്റ് ഹെൽപ്സ് ടു ക്ലീൻ സ്റ്റാഗ്നൻറ്റ് വാട്ടർ. ഇറ്റ് ഹെൽപ്സ് ടു എലിമിനേറ്റ് പാത്തോജൻസ് ആൻഡ് വെക്ടേഴ്സ്. എന്തുകൊണ്ടാണ് ഡ്രൈ ഡേ ഒബ്സർവ് ചെയ്യുന്നത്? സറൗണ്ടിങ്സ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ്. സോ സറൗണ്ടിങ്സ് ക്ലീൻ ചെയ്താൽ സ്റ്റാഗ്നൻറ്റ് വാട്ടറൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കും. സോ സ്റ്റാഗ്നൻറ്റ് വാട്ടർ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ വെക്ടേഴ്സ് അല്ലെങ്കിൽ പാത്തോജൻസിൻ്റെ മൾട്ടിപ്ലിക്കേഷന് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് കാറ്റഗറി ഓഫ് ഡിസീസ് നോൺ പാത്തോജനിക് ഡിസീസസ്. പാത്തോജൻസ് വഴി അല്ലാതെ വരുന്ന ഡിസീസസ് ആണ് നോൺ പാത്തോജനിക് ഡിസീസ്. അതിൽ ഫസ്റ്റ് കാറ്റഗറി ജനറ്റിക് ഡിസീസസ്. 2 types of genetic diseases are there in your textbook, hemophilia and sickle cell anemia. So first one, hemophilia. Reason: defect in genes, deficiency of protein which helps in blood clotting. ജീൻസിൽ വരുന്ന ഡിഫക്റ്റ് കാരണമാണ് ഹീമോഫീലിയ വരാ. ബ്ലഡ് ക്ലോട്ടിങ്ങിനെ സഹായിക്കുന്ന പ്രോട്ടീനാണ് ഡിഫക്റ്റഡ് ആയി മാറിയത്. ആൻഡ് സിംറ്റംസ്:
എക്സസ് ബ്ലഡ് ഈസ് ലോസ്റ്റ് ഈവൻ ത്രൂ മൈനർ വൂൺസ്. ചെറിയ മുറിവുണ്ടായാൽ പോലും കണ്ടിന്യൂസ് ആയി ബ്ലഡ് നഷ്ടപ്പെടും. കാരണം ബ്ലഡ് ക്ലോട്ടിംഗ്, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീൻ്റെ പ്രോബ്ലമാണ്. റെമഡി ഐഡൻറ്റിഫൈങ് ആൻഡ് ഇൻജെക്റ്റിംഗ് ദ ഡെഫിഷ്യൻറ്റ് പ്രോട്ടീൻ. ഏത് പ്രോട്ടീനാണോ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ളത്, ഏത് പ്രോട്ടീനാണോ പ്രോബ്ലം, ആ പ്രോട്ടീന് കണ്ടെത്തി അത് ഇൻജെക്റ്റ് ചെയ്താൽ ടെമ്പററി റിലീഫ് കിട്ടും. നെക്സ്റ്റ് വൺ സിക്കിൾ സെൽ അനീമിയ. ഡിഫക്റ്റ് ഇൻ ജീൻസ്, ഡിഫോമിറ്റി ഇൻ അമിനോ ആസിഡ്, ഹീമോഗ്ലോബിൻ സ്ട്രക്ചർ ചേഞ്ചസ്, RBC ബെൻഡ് ലൈക്ക് സിക്കിൾ. ജീൻസിലുള്ള ഡിഫക്റ്റ് കാരണം അമിനോ ആസിഡ് ഫോർമേഷനിൽ ഡിഫക്റ്റ് വരും, ഹീമോഗ്ലോബിൻ്റെ സ്ട്രക്ചർ മാറും. അത് കാരണം RBC സിക്കിൾ പോലെ ബെൻഡ് ചെയ്യും. സിക്കിൾ മീൻസ് അരിവാള് പോലെ ബെൻഡ് ചെയ്യും. വാട്ട് ആർ ദ സിംറ്റംസ്? Oxygen carrying capacity of RBC decreases. Sickle shaped RBCs block the blood flow. Anemia occurs. സിക്കിൾ പോലെ ബെൻഡ് ചെയ്തതുകൊണ്ട് RBCക്ക് ഓക്സിജൻ ക്യാരി ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടും. സിക്കിൾ ഷേപ്പ്ഡ് ആയിട്ടുള്ള RBC ബ്ലഡ് വെസലിനകത്ത് കൂട്ടം കൂടി നിന്ന് ബ്ലഡിൻ്റെ ഫ്ലോ ബ്ലോക്ക് ചെയ്യും. അത് കാരണം അനീമിയ വരും. നെക്സ്റ്റ് നോൺ പാത്തജനിക് ഡിസീസ് ഈസ് ക്യാൻസർ. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ദ അൺകൺട്രോൾഡ് ഡിവിഷൻ ഓഫ് സെൽസ് ആൻഡ് ദെയർ സ്പ്രെഡ് ടു അതർ ടിഷ്യൂസ്. സെൽസ് കൺട്രോളില്ലാതെ ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ടാണ് ക്യാൻസർ വരുന്നത്. ദ നോർമൽ സെൽസ് ഗെറ്റ് ട്രാൻസ്ഫോംഡ് ഇൻ ടു ക്യാൻസറസ് സെൽ വെൻ ദ കൺട്രോൾ സിസ്റ്റം ഓഫ് സെൽ ഡിവിഷൻ ഫെയിൽ. സെൽ ഡിവിഷൻ കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റം ഫെയിലിയർ ആയതുകൊണ്ടാണ് സെൽസ് കൺട്രോളില്ലാതെ ഡിവൈഡ് ചെയ്ത് ക്യാൻസറസ് സെൽസായി മാറുന്നത്. റീസൺസ് ഫോർ ക്യാൻസർ: എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, സ്മോക്കിംഗ്, റേഡിയേഷൻ, വൈറസ് ആൻഡ് ഹെറിഡിറ്ററി ഫാക്ടേഴ്സ്. ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് മീൻസ് പാരമ്പര്യമായിട്ടും ക്യാൻസർ ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ട്രീറ്റ്മെൻറ്റ് ഓഫ് ക്യാൻസർ 3 methods are there: surgery, chemotherapy, radiation therapy. And early diagnosis is important because it is difficult to recover if the disease becomes severe. Love and care are as important as food and medicine. ഏർലി ഡയഗ്നോസിസ്, അതായത് രോഗം ആദ്യം തന്നെ തിരിച്ചറിയാവുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഫൈനൽ സ്റ്റേജിലാണ് മനസ്സിലാവുന്നതെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ബുദ്ധിമുട്ടാണ്. ഫുഡും മെഡിസിനും പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ലവ് ആൻഡ് കെയർ. നെക്സ്റ്റ് നോൺ പാത്തജനിക് ഡിസീസ്, ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. റീസൺസ് ഫോർ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്: അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ചേഞ്ചസ് ഇൻ ഫുഡ് ഹാബിറ്റ്, lack of physical exercise, mental stress, stress means tension, alcohol use, drug abuse, smoking. Different lifestyle diseases. First one, diabetes. Cause deficiency of insulin or its malfunctioning. ഇൻസുലിൻ്റെ ഡെഫിഷ്യൻസി കാരണം അല്ലെങ്കിൽ ഇൻസുലിൻ ശരിക്കും വർക്ക് ചെയ്യാത്തത് കാരണം ഡയബറ്റീസ് വരാം. ഫാറ്റി ലിവർ, ഡിപ്പോസിഷൻ ഓഫ് എക്സസ് ഫാറ്റ് ഇൻ ലിവർ. സ്ട്രോക്ക്, റപ്ചർ ഓഫ് ബ്ലഡ് വെസൽസ് ഇൻ ബ്രെയിൻ, ബ്ലോക്ക് ഓഫ് ബ്ലഡ് ഫ്ലോ. ബ്രെയിനിലുള്ള ബ്ലഡ് വെസൽസ് ബ്രേക്ക് ചെയ്താൽ സ്ട്രോക്ക് വരാം. ബ്ലഡ് ഫ്ലോ ബ്ലോക്ക് ചെയ്യുന്നത് കാരണം സ്ട്രോക്ക് വരാം. ഹൈപ്പർ ടെൻഷൻ, ഡിക്രീസ് ഇൻ ഡയമീറ്റർ ഓഫ് ആർട്ടറീസ് ഡ്യൂ ടു ഡിപ്പോസിഷൻ ഓഫ് ഫാറ്റ്. ഫാറ്റി ഫുഡ് ഐറ്റംസ് കൂടുതലായി യൂസ് ചെയ്താൽ ഫാറ്റ് ബ്ലഡ് വെസലിനകത്ത് ഡിപ്പോസിറ്റ് ചെയ്യപ്പെടും. അത് കാരണം ബ്ലഡ് വെസലിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യും, ഹൈപ്പർ ടെൻഷൻ വരും. ഹാർട്ട് അറ്റാക്ക്, ബ്ലോക്ക് ഓഫ് ബ്ലഡ് ഫ്ലോ ഡ്യൂ ടു ഡിപ്പോസിഷൻ ഓഫ് ഫാറ്റ് ഇൻ കൊറോണറി ആർട്ടറീസ്. കൊറോണറി ആർട്ടറീസിൽ ഫാറ്റ് ഡിപ്പോസിഷൻ നടന്നാൽ ഹാർട്ട് അറ്റാക്ക് വരാം. സ്മോക്കിംഗ് ആൻഡ് ഹെൽത്ത് പ്രോബ്ലംസ്. സ്മോക്കിംഗ് എങ്ങനെ ഓരോ ഓർഗൻസിനെയും എഫക്റ്റ് ചെയ്യുന്നു. ബ്രെയിൻ, ഹൗ ഇറ്റ് എഫക്ട്സ് ബ്രെയിൻ. സ്ട്രോക്ക്, അഡിക്ഷൻ ടു നിക്കോട്ടിൻ. ലങ്സ്, ലങ് ക്യാൻസർ, എംഫസീമ, ബ്രോൺകൈറ്റിസ്. ഹാർട്ട്, ഹൈപ്പർ ടെൻഷൻ, ലോസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ആർട്ടറീസ്, ഡിക്രീസ് ഇൻ ഫങ്ഷണൽ എഫിഷ്യൻസി. നെക്സ്റ്റ് ഈസ് അനിമൽ ഡിസീസസ്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ആന്ത്രാക്സ്. ഏത് പാത്തജനാണ് കാരണം? ബാക്ടീരിയ. ഇൻഫ്ലമേഷൻ ഓഫ് അഡർ, ബാക്ടീരിയ. ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ് കോസ്ഡ് ബൈ virus. Next is plant diseases. Prepare a table like this: pathogen, disease and plant. First pathogen, bacteria. Disease name, blight disease. ഏത് പ്ലാന്റിനെയാണ് എഫക്റ്റ് ചെയ്യുക? പാഡി. വിൽട്ട് ഡിസീസ് ഇൻ ബ്രിഞ്ചാൾ. സെക്കൻഡ് പാത്തജൻ, വൈറസ്. മൊസൈക് ഡിസീസ് ഇൻ വിച്ച് പ്ലാന്റ്? പീ, ടാപ്പിയോക്ക. ബഞ്ചി ടോപ്പ് ഇൻ വിച്ച് പ്ലാന്റ്? ബനാന. ഫംഗസ്, ക്യുക്ക് വിൽട്ട് ഡിസീസ് നെയിമാണ് ഇൻ വിച്ച് പ്ലാന്റ്? പെപ്പർ. ബഡ് റോട്ട് ഇൻ കോക്കനട്ട്. ഓക്കെ ഓക്കെ സോ ഇത് നോട്ട്സും അതിൻ്റെ സിമ്പിളായിട്ടുള്ള എക്സ്പ്ലനേഷനാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് വേറെ ചെയ്തിട്ടുണ്ട്. യു ക്യാൻ ലിസൺ ദാറ്റ്. ഓക്കെ.